ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. അപകടത്തിൽ പരിക്കേറ്റ മുറിവിൽ തുന്നലിട്ട നീർക്കുന്നം സ്വദേശി യുവാവിന്റെ കാലിൽ 4 മാസത്തിന് ശേഷം പുറത്തെടുത്തത് കുപ്പിച്ചില്ലിന്റെ അവശിഷ്ടം. നീർക്കുന്നം സ്വദേശിയായ അനന്തു ജൂലൈ 17-നാണ് വളഞ്ഞ വഴിയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. അനന്തു സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാലിന് മുറിവേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയ അനന്തുവിനെ മുറിവ് തുന്നിച്ചേർത്ത് പ്ലാസ്റ്റർ ഇട്ട ശേഷം ജൂലൈ 20-നാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം തുന്നലെടുത്ത് വീണ്ടും കാലിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം വിട്ടയക്കുകയായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടേക്കായിരുന്നു കാലിന്, സ്റ്റിച്ച് ചെയ്തിട്ട് കാല് മടങ്ങാതിരിക്കാൻ വേണ്ടി. അങ്ങനെ സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിട്ടൊരു മുഴ പോലെ ഉണ്ടായിരുന്നു കാലിൻ്റെ താഴത്ത്, മുട്ടിന് താഴത്ത്. അങ്ങനെ ഞങ്ങൾ ഓർത്ത് അതുപോലെ എന്താണ് ഈ അസ്ഥി എന്തെങ്കിലും ചാടി നിൽക്കുന്നതായിട്ടാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊന്ന് അങ്ങനെ ഓർത്ത് നിന്നത്. സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാൻഡേജ് ചുറ്റാൻ പറഞ്ഞു. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാലിൽ അസാധാരണമായ നിലയിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡോക്ടർമാരോട് സംശയം പറഞ്ഞെങ്കിലും മുറിവിനുള്ളിൽ യാതൊന്നും ഇല്ല എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ കണ്ടെത്തൽ. കാല് കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ എനിക്ക് തോന്നി എന്തോ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിനകത്ത് എന്തോ ഇരിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ചില്ലിൻ്റെ അംശമാണോ അതോ ടാറാണോ, അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ വല്ലതും ഇരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും അല്ല, നമ്മൾ പഴുക്കാനുള്ള മരുന്ന് വെച്ചല്ലോ, അതുകൊണ്ട് അതിനകത്തുനിന്ന് ചവ് വരുന്നതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ നോക്കാം, ഇപ്പോൾ ഷുഗർ കൂടുതലാണ്, മെഡിസിനിലൊന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിനിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉച്ചയായപ്പോഴും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു 7 മണിയായപ്പോൾ വേറെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് അല്ല, ഇതിൽ റിസൾട്ടിൽ എന്തോ ആസിഡിൻ്റെ അംശമുണ്ട്, പെട്ടെന്ന് തന്നെ ICU വേണം, അപ്പോൾ ഇവിടെ ബെഡില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വേദനയ്ക്കുള്ള മരുന്ന് നൽകിയതിനെ തുടർന്ന് 4 മാസത്തിന് ശേഷം ഈ മാസം 22-നാണ് അനന്തുവിനെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ICUവിൽ പ്രവേശിപ്പിക്കണമെന്നും ICU ബെഡ് ഒഴിവില്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുമുള്ള അറിയിപ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിച്ചത്. ഇതിനെ തുടർന്ന് വാടക്കയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് മുറിവിനുള്ളിൽ നിന്നും ചില്ലിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. ഏകദേശം 4 സെന്റിമീറ്റർ നീളം വരുന്ന ചില്ല് കഷ്ണമാണ് അപകടം നടന്ന് 4 മാസത്തിന് ശേഷം മുറിവിൽ നിന്ന് പുറത്തെടുത്തത്. ഒരു കുടുംബത്തിന്റെ ആശ്രയമായ ഒരു യുവാവിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരെ അനന്തുവിന്റെ കുടുംബം പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.